Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. മീറ്റ് അൻവിൻ ജോസ്. അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. UK-ല് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. എന്നിട്ട് 2023-ൽ റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. പോട്ടെ, ഇതും പോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-ൽ നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK-ൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണറായിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? കറന്റ് ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്ത എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അയ്യോ സമ്മതിച്ചു സാറേ. ക്രിസ്ത്യാനികളുടെ ഇടയിലെ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. നാറി, ആകെ നാറി. മഴക്കാലം